ഉണ്ടു സഖി ഒരു കുലമുന്തിരി വാങ്ങിടുവാനായി നാലണ കയ്യിൽ. ഉണ്ടു പ്രിയേ കൽബിനൊരാശ മുന്തിരി തിന്നിടുവാൻ. അങ്ങാര് എന്നറിയില്ലേ, നിങ്ങളീ നാട്ടിലെ രാജാവല്ലേ. അങ്ങ് വെറും നാലണയില്ല യാചകനായെന്നോ. ഉണ്ടു സഖി ഒരു കുലമുന്തിരി വാങ്ങിടുവാനായി നാലണ കയ്യിൽ. ഉണ്ടു പ്രിയേ കൽബിനൊരാശ മുന്തിരി തിന്നിടുവാൻ. പ്രാണസഖി നന്നായി അറിയാം ഞാൻ ഈ നാട്ടിലമീരാണെന്ന്. എന്നാലും എൻ്റേതായൊരു ദിർഹവുമില്ല പ്രിയേ. ഉമറുബ്നുൽ അബ്ദുൽ അസീസും സഹധർമ്മിണിയാം ഫാത്തിമ തമ്മിൽ ഉണ്ടായ സംഭാഷണമം ഒന്നിതു കേട്ടിടുവിൻ. അമവിയാം രാജകുമാരൻ സുഖലോലുപനാം ഇബ്നുൽ അസീസും അധികാരം കൈവന്നപ്പോൾ ഫക്കീറായി മാറി. ഒരു കിഴവി അവരുടെ വീട് പുനർനിർമ്മാണം ചെയ്യാനായി ഒരു ദിവസം ഉമറിൻ വീട്ടിൽ ചെന്നവർ ചൊല്ലുകയായി. ഒരു കാര്യം ചൊല്ലു പെണ്ണെ, ഉമർ ഖലീഫ താമസമെവിടെ? ഒരു കാര്യം അവരോടോതാൻ തങ്ങളെ വീടെവിടെ? ഇതു കേട്ട് പുഞ്ചിരിയോടെ ഫാത്തിമ ചൊല്ലി, നിങ്ങളിരിക്കൂ, ഇതുതന്നെ അവരുടെ വീട്, കാര്യം ചൊല്ലിടുവിൻ. ഇതു കേട്ട് പുഞ്ചിരിയോടെ ഫാത്തിമ ചൊല്ലി, നിങ്ങളിരിക്കൂ, ഇതുതന്നെ അവരുടെ വീട്, കാര്യം ചൊല്ലിടുവിൻ. ഇക്കൂര ഉമറുൽ ഖലീഫ തങ്ങളെ വീടോ സുബ്ഹാനല്ലാഹ്, ഇതുപോലെ വേറൊരു കൂടിലും നാട്ടിലുമില്ലല്ലാഹ്. ഉണ്ടു സഖി ഒരു കുലമുന്തിരി വാങ്ങിടുവാനായി നാലണ കയ്യിൽ. ഉണ്ടു പ്രിയേ കൽബിനൊരാശ മുന്തിരി തിന്നിടുവാൻ. അങ്ങാര് എന്നറിയില്ലേ, നിങ്ങളീ നാട്ടിലെ രാജാവല്ലേ. അങ്ങ് വെറും നാലണയില്ല യാചകനായെന്നോ. ഉണ്ടു സഖി ഒരു കുലമുന്തിരി വാങ്ങിടുവാനായി നാലണ കയ്യിൽ. ഉണ്ടു പ്രിയേ കൽബിനൊരാശ മുന്തിരി തിന്നിടുവാൻ.